നമുക്ക് ഒരു കൺഫെഷനിൽ തുടങ്ങാം. ഈ കാണുന്ന ക്യാമറ 11 വർഷം മുമ്പ് ഞാൻ വാങ്ങിയത് 43,000 രൂപയ്ക്കാണ് EMI. ആ 43,000 രൂപ എന്നത് അന്നത്തെ എൻ്റെ 3 മാസത്തെ സാലറി ഉണ്ടാവും. ഏറ്റവും വലിയ തമാശ, അത് ഞാൻ വാങ്ങാനുണ്ടായ ഒരേ ഒരു കാരണം, എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന് ബജാജ് ഫിനാൻസിൻ്റെ EMIയുടെ കാർഡ് ഉണ്ടായിരുന്നു. അതിൽ അവന് കുറച്ച് ഫ്രീ മണി ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ അവൻ എന്നോട് പറഞ്ഞു. 100 ഫോട്ടോയിൽ കൂടുതൽ ഈ ക്യാമറ വെച്ച് ഈ 11 വർഷം കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതിലും വലിയ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ 8 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെയൊക്കെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി നമ്മൾ അറിയാതെ ഡ്രെയിൻ ആയി പോകുന്ന 8 കാര്യങ്ങൾ. ഇതിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയേക്കാം, ചിലത് കേൾക്കുമ്പോൾ അത് ഞാൻ തന്നെയാണല്ലോ എന്നും തോന്നിയേക്കാം. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. ഞാനിവിടെ ജഡ്ജ് ചെയ്യാൻ വരുന്നതല്ല. ഈ ക്യാമറ കഥ പോലെ തന്നെ ഞാനും ഇതൊക്കെ പേഴ്സണലി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പലതും ഓരോ പോയിന്റും ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് കൂടുതൽ കോസ്റ്റ്ലി ആയിക്കൊണ്ടേയിരിക്കും. 8ാമത്തെ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മളൊക്കെ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്കും നമ്മുടെ പണം ഡ്രെയിൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ഒക്കെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ ഇനി മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ക്ലിയർ ആക്കാം. എൻ്റെ ഇതിന് മുമ്പേ ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും, ഫ്രൂഗൽ, അതായത് പിശുക്കോടുകൂടി ജീവിക്കാൻ പറയുന്ന ഒരാളെ അല്ല ഞാൻ. ആ അഡ്വൈസ് എത്രത്തോളം യൂസ്ലെസ് ആണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാണ്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം വേറെ ഒന്നാണ്. നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ഒരുപാട് പണം നമ്മൾ സ്പെൻഡ് ചെയ്തേക്കാം. അതൊന്നും നമുക്ക് ജെന്യൂൻലി വേണ്ട കാര്യമായിരിക്കില്ല. പല റീസൺസ് കാരണമാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ വലിയ ചിലവിലേക്ക് നമ്മളെ തള്ളിവിടുന്ന പല റീസൺസിലെ ഏറ്റവും 2 ഡ്രൈവ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1, കമ്പാരിസൺ. അവർക്കുണ്ട്, എനിക്കും വേണം. 2, ഹാബിറ്റ്. ഞാൻ എല്ലാ കാലവും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നു. ഒരിക്കലും അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന 8 കാര്യങ്ങളും ഈ 2ൽ വരുന്നതായിരിക്കും. ഇത് പലപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിനെ തന്നെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാൻ പോലും പറ്റാറില്ല. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി ചിന്തിക്കാനും ആ ട്വിസ്റ്റായി കിടക്കുന്നത് നേരെയാക്കി കൊണ്ടുവരാനും സാധിച്ചേക്കാം. ഞാനിതെല്ലാം നമ്മുടെ കേരള നമ്പേഴ്സിലും കേരള കോണ്ടെക്സ്റ്റിലുമായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത്, വെഡ്ഡിംഗ് ഡെറ്റ്, കല്യാണം കാരണം ഉണ്ടാവുന്ന കടം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞു, ഞാൻ ഒരിക്കലും സെലിബ്രേഷന് എതിരല്ല. നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒരുമിച്ചുള്ള സെലിബ്രേഷനൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഉണ്ടാവണം. അബ്സല്യൂട്ട്ലി, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. അതൊക്കെ തന്നെയാണ് ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഈ സെലിബ്രേഷൻ്റെ ഓഡിയൻസ് ആരാണ്? കേരളത്തിലെ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് വെഡ്ഡിങ്ങിന് ഇന്ന് ചിലവാക്കുന്നത് 10 ലക്ഷം രൂപ തൊട്ട് 30 ലക്ഷം രൂപ വരെയാണ്. ഈ എമൗണ്ടിലെ സിഗ്നിഫിക്കൻറ്റ് പാർട്ടും ഹോൾ ഡെക്കറേഷൻ, കേറ്ററിംഗ് അപ്ഗ്രേഡ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഗോൾഡ് ഡിസ്പ്ലേ, ഇതിലേക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ ഫാമിലിക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണോ, അതോ നെയ്ബേഴ്സ് എന്ത് പറയും, റിലേറ്റീവ്സ് എന്ത് കരുതും എന്നൊക്കെ ഭയന്നാണോ? നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇപ്പോൾ വെഡ്ഡിങ്ങിൽ വരുന്നത് ചില ആളുകൾക്ക് 300 പേരായിരിക്കാം, ചില ആളുകൾക്ക് 1000 പേരായിരിക്കാം. 5 വർഷം കഴിഞ്ഞിട്ട് അന്ന് കല്യാണം കഴിച്ച ആ കപ്പിളിൻ്റെ ജീവിതത്തിൽ റെഗുലറായിട്ട് ഈ പറയുന്നതിൽ എത്ര പേരുണ്ടാവും? 20 പേരുണ്ടാവുമോ? 5 പേരുണ്ടാവുമോ? അപ്പോൾ ബാക്കിയുള്ള 900 കണക്കിന് ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത ആ എക്സ്ട്രാ 20 ലക്ഷം രൂപ ലോൺ, 10 വർഷത്തെ EMI, അതെന്തിനായിരുന്നു എന്ന് റീതിങ്ക് ചെയ്യണം. എല്ലാ പണവും നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന എല്ലാ പണവും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ 20 ലക്ഷം രൂപ ഒരു 12% റിട്ടേൺസ് കിട്ടുന്ന ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും അത് ഒരു 10 വർഷം കൊണ്ട് 62 ലക്ഷം രൂപയായി മാറും. ഞാൻ വീണ്ടും പറയുന്നു, സേവ് ചെയ്ത് വെക്കുന്ന പണം എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഓൾറെഡി വെഡിങ് ഡെറ്റ് എടുത്ത ആളുകൾ, അതായത് കല്യാണം കാരണം വലിയൊരു കടം എടുത്ത ആളുകൾ, നിങ്ങളൊരു വലിയ മിസ്റ്റേക്കാണ് ചെയ്തത്, നിങ്ങൾ വലിയ മണ്ടന്മാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് റിയലാണ്, അതൊരു റിയാലിറ്റിയാണ്. ഫാമിലി എക്സ്പെക്ടേഷൻസ് അത് റിയലാണ്, റിയാലിറ്റിയാണ്. അതിൽ പെട്ടുപോയവർ പെട്ടുപോയി. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ഒരു സോഷ്യൽ പ്രഷർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. 2, ഇനി അതിൽ പെടാൻ പോകുന്ന ആളുകൾ ഇപ്പോഴേ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾക്കും ഈ അവയർനെസ് കൊടുത്തു തുടങ്ങുക. മേ ബി ഇനി ഒരു 5 വർഷത്തിനകത്താണ്, അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സിലാണ് നിങ്ങളുടെ കല്യാണം വരുന്നത് എങ്കിൽ അപ്പോഴത്തേക്ക് ഈ അവയർനെസ് കൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ സാധിച്ചേക്കാം. ഈ ഷോ നമ്മൾ നടത്താൻ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നും ആ ഷോയുടെ കോസ്റ്റ് ആരാണ് പേ ചെയ്യുന്നത് എന്നും, ജീവിതത്തിൻ്റെ ഒരു വലിയ പോർഷൻ ആ കോസ്റ്റ് പേ ചെയ്ത് അതിൻ്റെ ബേർഡൻ ആരുടെ ഷോൾഡേഴ്സിലാണ് ഇരിക്കാൻ പോകുന്നത് എന്നും നല്ലപോലെ ചിന്തിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിക്കുക. ഇതിനകത്ത് ചെറിയൊരു കാവിയറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല പോലെ കാശുണ്ട്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ പറ്റിയേ അല്ല നമ്മളിവിടെ പറഞ്ഞത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 2ാമത്തത്, ഫോൺ അപ്ഗ്രേഡ് സൈക്കിൾ. ഇത് കോവിഡിനേക്കാളും ഫാസ്റ്റായിട്ട് നമ്മളുടെ ഇടയിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫോൺ സീരിയസ്ലി അത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഫോൺ നന്നായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ നിങ്ങൾ മാറിയത്? ആണ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ മേ ബി ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആളായിരിക്കില്ല. ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വാട്സാപ്പും
ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയും പേയ്മെൻറ്റ് ആപ്പുകളും ക്രോമും അത്യാവശ്യം നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും മാത്രമായിരിക്കും. ഇതിനപ്പുറം ആളുകളെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ പുഷ് ചെയ്യുന്നത് പുതിയൊരു ഫോണിൻ്റെ റിലീസോ അതല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഒരു ഫോൺ ഉള്ളത് ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പോയിന്റ്. നമ്മളൊക്കെ നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നത് ആക്ച്വൽ നീഡിൽ നിന്നാണോ അതോ ഒരു ലോഞ്ച് ഇവന്റ് കണ്ടതുകൊണ്ടാണോ ഒരു റിവ്യൂ കണ്ടതുകൊണ്ടാണോ ഒരു കൂട്ടുകാരൻ പുതിയ ഫോൺ വാങ്ങിച്ചത് കൊണ്ടാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഈ ഫോൺ കമ്പനീസിന്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ഇന്ന് ഇരിക്കുന്ന ഫോണിൽ നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് അവർ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ലോഞ്ച് ഇവൻറ്റ്സ് സെറ്റപ്പ് ചെയ്യും, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റിവ്യൂ അവർ നടത്തും, ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് അവർ ഡ്രോപ്പ് ചെയ്യും. ഇതെല്ലാം ഡിസൈൻഡ് ആണ്. ഇതെല്ലാം ഒരേ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഫോണിൽ നമുക്ക് അൺഹാപ്പി ഫീൽ ഉണ്ടാവണം. കണക്ക് കൂട്ടി നോക്കുക. 15,000 രൂപയുടെ ഒരു മിഡ് റേഞ്ച് ഫോൺ നമ്മൾ 4 വർഷം യൂസ് ചെയ്യുന്നു. ഇനി 80,000 രൂപയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ 80,000 രൂപയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ കീപ്പ് ചെയ്യുന്ന നമ്മൾ, ആ ഫോൺ റിലീസ് ചെയ്ത കമ്പനി അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാം അവർ പുഷ് ചെയ്യും. ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഒരു തവണ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങിക്കുന്ന ഒരാൾ അടുത്ത ഒരു 3-4 വർഷം കൊണ്ട് തന്നെ 3-4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഞാൻ ഈ ഐഫോണിനെ പറ്റി ഓൾറെഡി ഒരു റീൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിലോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിലോ നിങ്ങൾക്ക് കുറേ നാളായിട്ട് നിങ്ങൾ മെനക്കെട്ട് സേവ് ചെയ്ത് വെച്ച പണം കൊണ്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലോ, നിങ്ങൾ അതല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലോ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഈസിലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ, അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സാധനം അതല്ലെങ്കിൽ ഫോൺ പോയി വാങ്ങിക്കാം. അത് ഐഫോൺ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയിക്കോട്ടെ വാങ്ങിക്കാം. പക്ഷേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഒരു പുതിയ ഫോൺ റിലീസായി, അതല്ലെങ്കിൽ പുതിയൊരു റിവ്യൂ കണ്ടു, അതല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാ ആളുകളും വാങ്ങിച്ചു, അതാണ് എങ്കിൽ ഇതിവിടെ എങ്ങും നിൽക്കാൻ പോകുന്നില്ല. ദൃശ്യം സിനിമയുടെ അടുത്ത പാട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അടുത്ത പാട്ടും വീണ്ടും ഇറങ്ങുന്നില്ല അതല്ലെങ്കിൽ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാലും വീണ്ടും അടുത്ത പാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി മൂന്നാമത്തത് സബ്സ്ക്രിപ്ഷൻ ലീക്ക്. അപ്പോൾ ക്വിക്കായിട്ട് ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു മാസം എത്ര രൂപയുണ്ടാവും? പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് പ്രീമിയം, സ്പോട്ടിഫൈ, അതല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ആപ്പ്, അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ്, ഇതിനെല്ലാത്തിനുമായിട്ട് 99 രൂപ, 649 രൂപ, 149 രൂപ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കിയാൽ ഇത് വലിയ എമൗണ്ട് ആയിട്ടൊന്നും തോന്നില്ല. പക്ഷേ ടോട്ടൽ ഒരു മാസം ഇത് കൂട്ടിയാൽ എത്ര രൂപയാണ് എന്ന് എത്ര പേർക്കറിയാം? അതൊരു 2,000 3,500 രൂപ ഒരു മാസം ഉണ്ടെങ്കിൽ തന്നെ അത് 10,000-40,000 രൂപയായി ഒരു വർഷം. ഇത് ജെന്യൂൻ ആയിട്ട് നല്ലപോലെ യൂസ് ചെയ്യുന്ന, അതായത് ഇതെല്ലാം നല്ലപോലെ യൂസ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഞാനൊരു സ്റ്റഡി പറയാം. ഒരു ആവറേജ് കൺസ്യൂമറിൻ്റെ സബ്സ്ക്രിപ്ഷൻസിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 2.5 ടൈംസ് അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് 149 രൂപയല്ലേ, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതങ്ങ് നടന്നോളൂ. ഈ തരത്തിലുള്ള ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അത് ഡിസൈൻഡ് ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ മന്ത്ലി ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അമൗണ്ടിൻ്റെ ആ ഒരു ഫീൽ ഡ്രാസ്റ്റിക്കലി റിഡ്യൂസ് ചെയ്യും. ആനുവലി നമ്മൾ ഇത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിയേക്കാം. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കണക്ക് തന്നെയുണ്ട്. അതായത് 149, 649, 1,300 ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയിട്ട് നിങ്ങൾ ഒരു വർഷം എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ 10,000 20,000 ഒക്കെ വന്നേക്കാം. അത് കൂട്ടി നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ തന്നെ ചെയ്യാം. നിങ്ങളുടെ ഫോണോ അതല്ലെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് കഴിഞ്ഞ 6 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണ് എന്നൊന്ന് കൂട്ടി നോക്കുക. ഇനി ആ 6 മാസം ഈ സബ്സ്ക്രിപ്ഷൻസ് എല്ലാം യൂസ് ചെയ്തതിന് നിങ്ങൾ എത്ര രൂപ കൊടുക്കാം, ഏകദേശം എത്ര എമൗണ്ടിനുള്ള ആ ഒരു സർവീസ് നിങ്ങൾ യൂസ് ചെയ്തു എന്നും ഒന്ന് കണക്കൂട്ടി നോക്കുക. ഈ ഗ്യാപ്പ് വലുതാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ആ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ റീവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇനി നാലാമത്തത് ഫുഡ് ഡെലിവറി ഹാബിറ്റ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് എന്ന്. ഡെഫിനറ്റ്ലി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുണ്ടാവുന്ന നമ്മുടെ ആ ഒരു സ്വിഗ്ഗി സൊമാറ്റോയുടെ ഹെൽപ്പ് വളരെ വളരെ അടിപൊളിയാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു ബിസി ആയിട്ടുള്ള വർക്ക് ഡേയിലാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ല് ചെയ്യാനുള്ള മൂഡാണെങ്കിലോ നിങ്ങളൊരു സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നതോ സൊമാറ്റോ ഓർഡർ ചെയ്യുന്നതോ ഒന്നും ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫിൽ കൺവീനിയൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ പറയുന്നത് ഈ ഒരു സിസ്റ്റം നമ്മുടെ ഹാബിറ്റായി മാറുമ്പോഴാണ്. 180 രൂപയുടെ ബിരിയാണി, അതിന് ഡെലിവറി ചാർജ് 40 രൂപ, പ്ലാറ്റ്ഫോം ഫീസ് 25 രൂപ, പാക്കേജിങ് 10 രൂപ, GST ഇതെല്ലാം കൂടെ ചേർത്ത് പേ ചെയ്യാൻ പോകുന്നത് 300 രൂപ, 320 രൂപ. 1, 2, 3, 4 തവണ നമ്മളിത് ചെയ്ത് ഇതിൻ്റെ സുഖം, അതിൻ്റെ ആ ഒരു കൺവീനിയൻസ് നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ കടയിൽ പോയി 180 വാങ്ങിക്കാൻ പോകുന്നില്ല. ഈ 140 രൂപയുടെ ഡിഫറൻസ് മാസത്തിൽ ഒരു 5 തവണ ചെയ്താൽ പോലും എത്ര ആയിരം രൂപയാണ് നമ്മൾ വെറുതെ കളയുന്നത്. അപ്പോൾ കൺവീനിയൻസിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആണോ ഇത്, അതോ നമ്മുടെ ഹാബിറ്റിന് നമ്മൾ കൊടുക്കുന്ന ഫൈൻ ആണോ ഇത് എന്ന് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാനല്ല ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് ആണ്. അതിലൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ.
പക്ഷേ ഇത് ഒരു ഹാബിറ്റായിട്ട് മാറുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു സിഗ്നലായിട്ട് മാത്രം ഇതിനെ എടുക്കുക. ഇനി അഞ്ചാമത്തത് ഗോൾഡ് ജ്വല്ലറി വേഴ്സസ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കേരള പീപ്പിൾ എന്നോട് ചിലപ്പോൾ കുറച്ച് ദേഷ്യം കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കേരളത്തിന് ഗോൾഡ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ഞാനത് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇതിന് കൾച്ചറലായിട്ടുള്ള കുറേ സിഗ്നിഫിക്കൻസസ് ഉണ്ട്, ഫാമിലി ട്രഡീഷൻസ് ഉണ്ട്. ഒക്കേഷൻസിൽ ജ്വല്ലറി വെയർ ചെയ്യുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷനാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഫിസിക്കൽ ജ്വല്ലറിയിൽ നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 10,000 രൂപ തൊട്ട് 15,000 രൂപ വരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മേക്കിംഗ് ചാർജസ് ആയിട്ട് പോയേക്കാം. അത് സെയിൽ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഇതെല്ലാം വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേൺസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി വാങ്ങിക്കണം എന്ന് താല്പര്യം ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കുറച്ച് ജ്വല്ലറി വാങ്ങിക്കുക. പക്ഷേ ഇൻവെസ്റ്റിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യം, പ്ലസ് ജ്വല്ലറിയും കൂടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാം നിങ്ങൾ ഇതേപോലെ ജ്വല്ലറി വാങ്ങിക്കണമെന്നില്ല. കാരണം എല്ലാം ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് പൈസ നിങ്ങൾക്ക് ഇൻഎഫക്റ്റ് നഷ്ടമായിട്ട് വന്നേക്കാം, മേക്കിംഗ് ചാർജസും മറ്റേ സർവീസ് ചാർജസ് എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻസ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് കോയിൻ വാങ്ങിക്കാം. അതല്ലെങ്കിൽ സോവറൻ ഗോൾഡ് ബോണ്ട് വാങ്ങിക്കാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നില്ല. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ലാതെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡ് ETF ഉണ്ട്, നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കാം ഗോൾഡിൻ്റെ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ജ്വല്ലറി മാത്രമല്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ തലയിലേക്ക് ഒന്ന് കയറ്റുക. ജ്വല്ലറി വാങ്ങിക്കുന്നതോടുകൂടി നമുക്ക് ഒരുപാട് തരത്തിലുള്ള പണം നഷ്ടമാവുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ എല്ലാ ദിവസവും ജ്വല്ലറി ഇടുന്നില്ല എങ്കിലും നമുക്കത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും കീപ്പ് ചെയ്യാനും ഒരു സ്ഥലം വേണം. അതിന് നമ്മൾ ലോക്കർ ഫീസും കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇതും നമുക്ക് വരുന്നൊരു നഷ്ടമാണ്. കോയിനാണ് വാങ്ങിക്കുന്നത് എങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും. ബട്ട് കോയിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മേക്കിംഗ് ചാർജും പ്രശ്നങ്ങളൊന്നും വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വലിയ പ്രോബ്ലം ആവില്ല. ഇനി ഈ തലവേദന ഒന്നും എടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോവറിൻ ഗോൾഡ് ബോണ്ട്. അതിലേക്കുള്ള ആക്സസ് കിട്ടുമെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. ഇനി അതല്ല എങ്കിൽ ഗോൾഡ് ETFും ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ആറാമത്തത് ലോട്ടറി ആൻഡ് ബെറ്റിംഗ് ആപ്സ്. ഈ ലോട്ടറി എന്തിനാണ് ഞാൻ ബെറ്റിംഗ് ആപ്സിൻ്റെ കൂടെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. ഞാൻ ഇതിനെല്ലാം ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നോട് വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്സും ലോട്ടറിയും ഇതെല്ലാം നമ്മുടെ ഒരു സൈക്കോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ചാൻസ് ഉണ്ടല്ലോ, എങ്ങാണോ എനിക്ക് അടിച്ചാലോ. കേരള ബമ്പർ ലോട്ടറി 110 അല്ല 500 രൂപ കൊടുത്താൽ മതി, ജാക്ക് പോട്ട് 10 കോടി രൂപയാണ്. അത് വളരെ അട്രാക്റ്റീവ് ആണ്. പക്ഷേ ഇതിൻ്റെ ഓഡ്സ് എന്ന് പറയുന്നത് 1 ൽ 1 കോടിയാണ് ഇത് അടിക്കാനുള്ള ചാൻസ്. ഈ ലോട്ടറി എടുക്കുക എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു പുവർ പീപ്പിൾ പ്രോബ്ലം ആയിട്ട് പല സ്ഥലത്തും നമുക്ക് വായിക്കാനും ആളുകൾ പറയുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ഈ ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് അതിനെപ്പറ്റി ഒന്ന് റീതിങ്ക് ചെയ്യുക. അത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ നിങ്ങൾ എപ്പോഴെങ്കിലും റാൻഡമായിട്ട് പിക്ക് ചെയ്യുകയാണ് എങ്കിൽ അത് ഓക്കെ, അത് വേണമെങ്കിൽ അതിനെ ഓക്കെ എന്ന് വിളിക്കാം. പക്ഷേ ഇതൊരു വളരെ ലോജിക്കലായിട്ടുള്ള ഡിസിഷനായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളിത് കേൾക്കുക. ഇവിടെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത് ഉണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഉള്ള സമയത്ത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും വിന്നിങ് ബിഗ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയിലേക്കാണ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി അട്രാക്റ്റഡ് ആവുന്നത്. ഇത് നമ്മുടെ ഒന്നും വീക്ക്നെസ് ഒന്നും അല്ല, നമ്മുടെ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെ തന്നെയാണ്. ആ സൈക്കോളജിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഈ ലോട്ടറിയും ബെറ്റിംഗ് ആപ്പുകളും എല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ വെറും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു 2, 3, 4 മാസം കൂടുമ്പോൾ ഒരു തവണ ചെയ്യുകയാണ് എങ്കിൽ അതിൽ വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ ജീവിതത്തിൻ്റെ സൊല്യൂഷനായിട്ടോ ഒരു ബിഗ് വിന്നിന് വേണ്ടിയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനോ ഉണ്ട് എങ്കിൽ അതൊരിക്കലും നല്ലതല്ല. അതൊരു ഓപ്ഷനായിട്ട് പോലും നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കാനും പാടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഏഴാമത്തത് കോഴ്സസ്, സെമിനാർസ് ആൻഡ് കോച്ചിങ്. ഇത് കെയർഫുള്ളായിട്ട് കേൾക്കണം. ലേണിംഗ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ് എന്ന് ഞാൻ പറയാൻ പോകല്ല. അങ്ങനെ പറയുന്ന ഒരാളേ അല്ല ഞാനൊരു സ്പെസിഫിക് പാറ്റേണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 30,000 രൂപയുടെ കോഴ്സ് അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് ഓൺലൈൻ കോഴ്സ് ആയിരിക്കും. മോഡ്യൂൾ 1 നമ്മൾ കണ്ടു, മോഡ്യൂൾ 2 നമ്മൾ ഹാഫ് വരെ കണ്ടു. പിന്നീട് നമ്മുടെ ലൈഫ് ബിസിയായി ഈ കോഴ്സിനെ പറ്റി നമ്മൾ മറന്നേ പോയി. ഇന്ത്യയിലെ ഓൺലൈൻ കോഴ്സസിൻ്റെ ആവറേജ് കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്നത് 10 to 15% ആണ്. അതായത് 100 പേര് ഒരു ഓൺലൈൻ കോഴ്സ് വാങ്ങിച്ചാൽ 85 തൊട്ട് 90 പേര് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ ഫോമോ അതല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ് നമ്മളെ ഇത് വാങ്ങിക്കാനായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി ഒരു ബാച്ച് ഇല്ല, ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ, ഏർലി ബേർഡ്, ഇനി ഞങ്ങൾ പ്രൈസ് കൂട്ടാൻ പോകാമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അർജൻസി നമ്മുടെ ഉള്ളിലേക്ക് ഡിസൈൻ ചെയ്തിട്ട് കുത്തി ഇളക്കി വിടും. നമ്മൾ നല്ലപോലെ തോട്ട്ഫുൾ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിങ്ങനെ ചെയ്യുന്നത്. ഒരേ ഒരു റൂൾ മാത്രം വയ്ക്കുക. ഏത് കോഴ്സും ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ അർജൻസി റിയൽ ആണോ അതോ അവർ കുത്തിക്കയറ്റുന്നതാണോ എന്ന് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കോഴ്സും നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ 24 മണിക്കൂറിനാണ് നിങ്ങളിത് വാങ്ങിച്ചാലേ നിങ്ങളെ പഠിപ്പിക്കൂ, അത് കഴിഞ്ഞാൽ പഠിപ്പിക്കില്ല എന്ന് പറയുന്നെങ്കിൽ അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അദ്ദേഹം ഇത് നമ്മളെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതല്ല, പഠിപ്പിക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ, നല്ല അറിവാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇതേപോലെ 24 മണിക്കൂറിനാണ് വാങ്ങിച്ചാലേ പറഞ്ഞു തരൂ എന്നുള്ള ഫേക്ക് അർജൻസി ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പണം എപ്പോൾ വരുമോ അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ചാൻസസും നിങ്ങൾക്കുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇനി 8ാമത്തത് EMI ഓൺ
ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്. ഇതാണ് ഏറ്റവും കോസ്റ്റ്ലി. ഇതാണ് മിക്ക ആളുകളും ഒരു പ്രോബ്ലമായിട്ട് പോലും കാണാത്തത്. ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഏതൊരു അസറ്റ്. കാർ, ടി വി, ഫോൺ, ഫേർണിച്ചർ, ഇതെല്ലാം ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് തന്നെയാണ്. ഇത് നമ്മൾ EMI വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് പ്രോബ്ലം ഒരേ ടൈമിൽ നമ്മൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ വാങ്ങിച്ച ഐറ്റത്തിൻ്റെ വാല്യൂ ദിവസവും കുറഞ്ഞു വരുന്നു. രണ്ട്, ഈ അടുത്ത EMIക്ക് ഇൻട്രസ്റ്റ് ദിവസവും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ബ്ലാങ്കറ്റ് റൂളായിട്ട് നമ്മൾ ഈ വാങ്ങിക്കുന്ന എല്ലാ EMIയും മോശമാണ്, തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സിറ്റുവേഷനും ഡിഫറൻ്റ് ആണ്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മാത്രം തീരുമാനിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ഫേർണിച്ചറോ അപ്ലയൻസോ വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു ഷോറൂമിൽ 8,999 രൂപയ്ക്ക് വീട്ടിലെ എല്ലാ അപ്ലയൻസസും തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവർ പറയുന്നതെല്ലാം ശരിയാണോ? നമ്മൾ എത്രത്തോളം രൂപയാണ് ഈ EMI എല്ലാം അടച്ചു തീരുന്ന സമയത്ത് ഇതിനു വേണ്ടി പേ ചെയ്യുന്നത്? എത്രത്തോളം സമയമാണ് നമ്മൾ ഈ EMIയും അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ പോകുന്നത്? ഇതെല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഒരു EMI എടുക്കാനുള്ള ഒരു ഓഫർ ഉള്ളതുകൊണ്ടോ അതല്ലെങ്കിൽ EMI എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാർഡോ ഒരു ക്രെഡിറ്റ് കാർഡോ ഏതെങ്കിലും തരത്തിലൊരു കാർഡോ കയ്യിലുള്ളത് കൊണ്ടോ മാത്രം നമ്മളത് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവാണ്. ഇവിടെ ഒരൊറ്റ റൂൾ മാത്രമേ ഉള്ളൂ. നമ്മൾ EMIയിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് ടോട്ടൽ റീപേയ്മെൻറ്റ് അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നമ്മുടെ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ തിരിച്ചടയ്ക്കുന്ന പൈസ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ നമ്പർ നമ്മുടെ മുന്നിൽ വെച്ച് അത് കണ്ടതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ പ്രഷർ കൊണ്ടാകാം, മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ആകാം. ഇതെല്ലാം നമ്മൾ മനുഷ്യരാണ്, ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ സൈക്കോളജിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈ സിസ്റ്റം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന എതിരായിട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യണോ എന്നൊന്നും നമുക്ക് കടുംപിടുത്തം പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് വേണ്ട എങ്കിൽ ആ സിസ്റ്റം ഡിസൈൻ ചെയ്ത ആ ട്രാപ്പിൽ വീഴാതിരിക്കാനുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് വേണം. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക. 2, ആവശ്യമില്ലാത്ത അർജൻസി ഉണ്ടാക്കുന്ന ഏതൊരു പ്രോഡക്റ്റും, അത് ഞാൻ നേരത്തെ പറഞ്ഞ 8,999 രൂപയുടെ EMI ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളിൽ അർജൻസി ഉണ്ടാക്കുന്ന ഏതൊരു സംഭവം നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് കുറച്ച് സമയം എടുക്കുക, അതിനുവേണ്ടി ചിന്തിക്കുക, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് അവർ മാനുഫാക്ചർ ചെയ്ത അർജൻസി ആണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇനി 3, ഏത് EMI നമ്മൾ എടുത്താലും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടോട്ടൽ കോസ്റ്റിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ആ സാധനത്തിൻ്റെ കോസ്റ്റും അതിൻ്റെ പ്രോസസ്സിംഗ് ഫീയും ഇയർലി ക്ലോസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഫീസ് ഉണ്ടോ ഫൈൻ ഉണ്ടോ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പുതുതായിട്ട് ഒന്നും ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല. സെയിം ബോറിംഗ് പഴയ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇതിൽ പലതും ഞാൻ പേഴ്സണലി ചെയ്ത മിസ്റ്റേക്സ് ആണ്. ഞാൻ പേഴ്സണലി ലൂസ് ചെയ്ത പണിയാണ്. ഈ 43,000 രൂപയുടെ ക്യാമറ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ആ 3 മാസത്തെ സാലറിയെക്കുറിച്ച് ഓർത്തും ഞാൻ അടച്ച EMIയും ഇൻട്രസ്റ്റിനെ കുറിച്ച് ഓർത്തും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. പക്ഷേ അങ്ങനത്തെ പല മിസ്റ്റേക്കുകളുമാണ് നമ്മുടെ മുന്നോട്ടുള്ള ലെസൺസ് ആയിട്ട് മാറുന്നത്. പക്ഷേ ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല എങ്കിലാണ് ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞ ഈ 8 പോയിന്റിൽ നിന്നും ഒന്നുപോലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്രേറ്റ്, നിങ്ങൾ ഓൾറെഡി ഗുഡ് പ്ലേസിലാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലുമാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇനി ഇതിൽ പലതും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഈ ട്രാപ്പിലൊക്കെ ചെന്ന് വീഴുന്ന നിങ്ങളുടെ ഫ്രണ്ടിനും ഫാമിലിക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഒരൊറ്റ ചോദ്യം മാത്രം, നിങ്ങൾക്ക് ഇതേപോലെ എടുത്തിട്ടുള്ള ഏത് തീരുമാനം കാരണമാണ് ഏറ്റവും കൂടുതൽ പണം നഷ്ടമായിട്ടുള്ളത്? ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം.